ഹലോ നമസ്കാരം, എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് VLOOKUP എന്ന ഫോർമുലയെ കുറിച്ചാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് VLOOKUP. അപ്പോൾ VLOOKUP നമ്മൾ മറ്റൊരു ഫോർമുലയിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തന്നിട്ടുള്ളത് ഒരു 3 ടേബിളാണ്. ടേബിൾ 1 എംപ്ലോയി ഐ ഡിയും അതേപോലെ തന്നെ എംപ്ലോയി നെയിമും ഉണ്ട്. അതേപോലെ തന്നെ ടേബിൾ 2 എംപ്ലോയി ഐ ഡിയും ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അതേപോലെ തന്നെ ടേബിൾ 3 എംപ്ലോയിയുടെ ഐ ഡിയും അതേപോലെ തന്നെ സാലറി ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് വേറൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ ഉള്ളിൽ എംപ്ലോയി ഐ ഡി ഉണ്ട്. അതേപോലെ തന്നെ എംപ്ലോയി നെയിം ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. അതേപോലെ തന്നെ എംപ്ലോയി സാലറി ഏതാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് 3 ഭാഗത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന ഈ ടേബിളിനെ നമുക്ക് എങ്ങനെ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒന്നിലധികം ടേബിളിലുള്ള ഡാറ്റാസിനെ നമുക്ക് ഒറ്റ ടേബിളാക്കി മാറ്റാൻ VLOOKUP എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് എംപ്ലോയി നെയിമാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഇടുക. ഓക്കെ, ഇതിൻ്റെ സെൻട്രൽ ലൈന് ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈക്വൽ ടു VLOOKUP എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഈ ഭാഗം സെലക്ട് ചെയ്തു, ഒരു കോമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒന്നാമത്തെ ടേബിൾ ഏതാണോ അതിലുള്ള ഡാറ്റാസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ, ഇപ്പോൾ ഈ കൊടുത്തതിന് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ കീബോർഡിൽ F4 അമർത്തിയിട്ട് അത് ലോക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ എത്രാമത്തെ കോളത്തിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഒന്നാമത്തെ കോളത്തിലുള്ള ഡാറ്റാസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് അല്ല സെക്കൻഡ് എന്നുള്ളത് ചേർത്ത് കൊടുത്തു. ഒന്നാമത്തത് നമ്മുടെ ഐ ഡി ആണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കോളത്തിലുള്ള ഡാറ്റാസാണ് വേണ്ടത്. അപ്പോൾ 2 കൊടുത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഇവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ നമുക്കവിടെ ഈ ഐ ഡിക്ക് നേരെയുള്ള ആ പേര് ഏതാണോ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഒന്ന് കണ്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും പേര് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കാണേണ്ടത്. സെയിം അതേ മെത്തേഡ് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഈക്വൽ ടു VLOOKUP എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് എംപ്ലോയി ഐ ഡി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് ഈ ടേബിൾ നമുക്കിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് അതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൽ നമ്മൾ F4 അമർത്തി. ഇനി അതിലെയും നമുക്ക് രണ്ടാമത്തെ കോളത്തിലുള്ള വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഫാൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ വാല്യൂ ഏതാണോ അത് നമുക്കിവിടെ കാണുന്നുണ്ട്. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് അവരെ സാലറിയാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് സാലറി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഈക്വൽ ടു ദെൻ VLOOKUP എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ ഈ ഐ ഡി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് ഈ സാലറി നിൽക്കുന്ന ഈ ടേബിൾ ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോള ഇൻഡെക്സ് നമ്പർ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ടാമത്തെ കോളത്തിലുള്ള വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അതിന് മുമ്പ് ഇതൊന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി നമുക്കിത് സെലക്ട് ചെയ്യാം. ഈ ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് F4 അമർത്തി. അതിനുശേഷം നമുക്ക് ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോളത്തിലുള്ള വാല്യൂ ആണ്. അപ്പോൾ 2 എന്നിട്ടതിന് ശേഷം എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഇവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എൻ്റർ അടിച്ചു. ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും ബാക്കിയുള്ളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് മുഴുവനായിട്ടുള്ള ഡാറ്റാസിൻ്റെ നമുക്ക് വാല്യൂ അല്ലെങ്കിൽ സാലറി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചെയ്തത് 3 ഡിഫറെൻറ്റ് ടേബിളിൽ നിൽക്കുന്ന ഈ വാല്യൂവിനെ നമുക്ക് എങ്ങനെ ഒരു ടേബിളിലേക്കായിട്ട് നമുക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ ട്യൂട്ടോറിയലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ചെയ്ത വർക്ക് ബുക്കിൻ്റെ ഫയലും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നതാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.